ഇന്ന് ശംഖുപുഷ്പം കൊണ്ട് ഒരു അടയുണ്ടാക്കാം. ശംഖുപുഷ്പം കുറേ ഉണ്ടെങ്കിൽ ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇതിൻ്റെ ഗുണത്തെപ്പറ്റി വളരെയധികം പറയുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കൊണ്ട് ഓരോരോ രീതിയിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും വെള്ളം വെച്ചുമെല്ലാം കുടിക്കാറുണ്ട്. ഇനി ഈ പൂക്കൾ കഴുകി വൃത്തിയാക്കി വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇതിനി അരിച്ചെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കുഴച്ച് മാറ്റി വെക്കാം. ഇനി കുറച്ചരിപ്പൊടി സാധാരണ പോലെ തന്നെ നമുക്ക് നനച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ പരത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ട് വെച്ച് മടക്കി ആവിയിൽ വേവിച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഈ പൂക്കളില്ലെങ്കിൽ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ഈ പൂക്കൾ നശിപ്പിച്ച് കളയില്ല. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.